കേരളം ഏതു മുന്നണി ഭരിക്കും? തിരഞ്ഞെടുപ്പിൽ ജയമാർക്ക്. കർമാന്യൂസ് നടത്തിയ സർവേ ഫലം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ആരാകും? ഇടതോ വലതോ അതോ NDA? ഫലമിതാണ്. ജനം പറയുന്നു കേരളം UDF ഭരിക്കും എന്ന്. ഒരു മുന്നണിയോടും അല്പം പോലും ഈ തിരഞ്ഞെടുപ്പിൽ പ്രത്യേക മമത ഒന്നുമില്ലാതെ, ഞാൻ ഒരിക്കൽ കൂടി പറയാം, പ്രത്യേക മമത ഒന്നുമില്ലാതെ സ്വതന്ത്രമായി നടന്ന ഒരു സർവേ. അതിന്റെ ഫലമാണിത്. ഫലത്തിന്റെ വിശദാംശങ്ങളിലേക്ക്. സർവേയിൽ പങ്കെടുത്തവർ 28,000-ഓളം വോട്ടർമാർ. ഇതിൽ യൂട്യൂബ് പോളിൽ മാത്രം 15,000 പേർ വോട്ട് ചെയ്തു. ഫേസ്ബുക്ക് പോളിൽ 2,000 പേർ കമന്റ് എഴുതിയിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി. ഇൻസ്റ്റഗ്രാം, എക്സ്, ത്രെഡ് പ്ലാറ്റ്ഫോമിലും വെബ്സൈറ്റ് സർവേയിലും ജനങ്ങൾ പങ്കെടുത്തു. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ത്രെഡ്, കർമാന്യൂസ് പ്ലാറ്റ്ഫോമുകളിൽ കയറി ആർക്കും സർവേയും വോട്ടും കമന്റുകളും പരിശോധിക്കാം. കർമാന്യൂസ് ഒരു ഇടപെടലും വോട്ടിങ്ങിൽ നടത്തിയിട്ടില്ല. ഇനി സർവേയുടെ കൃത്യമായ കണക്കുകളിലേക്ക്. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 43% നേടിയാണ് UDF പുതിയ സർക്കാർ രൂപീകരിക്കും എന്ന് ജനം വിധിയെഴുതിയത്. ഓർക്കണം, കേരളത്തിന്റെ പരിച്ഛേദമായ 28,000-ഓളം വോട്ടർമാരിൽ 43% പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്ന്. LDF അധികാരത്തിൽ വരുമെന്ന് 30% പേർ വോട്ട് ചെയ്ത് പറയുന്നു. ഇടതുമുന്നണി അധികാരത്തിൽ വീണ്ടും വരും എന്ന് പറയുന്നവർ UDFന് കിട്ടിയ വോട്ടിന്റെ പകുതിയെ വരും. ഇനി NDAയിലേക്ക് പോകാം. NDA അധികാരത്തിൽ വരും എന്ന് 14% പേർ പറയുന്നു. ഇനിയാണ് മറ്റൊരു പ്രധാന വിശേഷം. വോട്ടിട്ടവരിൽ 13% പേർ അവർ പറയുന്നത് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത തൂക്ക് നിയമസഭ വരും എന്നാണ്. അതായത് 13% പേർ ഇങ്ങനെ പ്രവചനം നടത്തുന്നു. എന്തായാലും പോൾ നടത്തിയത് കർമാന്യൂസ് പ്ലാറ്റ്ഫോമിലാണ്. കർമാന്യൂസ് സർവേകളിൽ പൊതുവെ NDA മുന്നിൽ എത്താറുണ്ട്. എന്നാൽ ഈ സർവേയിൽ അത്ഭുതകരം എന്ന് പറയാം, UDFന് വൻ ഭൂരിപക്ഷമാണ് കിട്ടിയത്. ഇത് ഫേസ്ബുക്കിലുള്ള സ്ക്രീൻഷോട്ട്. ഇതിൽ കാണാം വോട്ട് ചെയ്തവരുടെ കണക്കുകൾ. ഇത് യൂട്യൂബ് സർവേ. യൂട്യൂബിൽ മാത്രമായി UDFന് കിട്ടിയത് 44% പേരുടെ വോട്ടാണ്. എല്ലാ പ്ലാറ്റ്ഫോമിലും വൻ വിജയമാണ് UDFന് പ്രവചിക്കുന്നത്. ഇടതുമുന്നണിക്ക് UDFൽ നിന്നും ഏറെ പിന്നിലാണ് വോട്ട് കിട്ടിയത്. ഇടതുമുന്നണിക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇത് കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ്. മുൻപ് പറഞ്ഞതുപോലെ UDFന് വൻ വിജയം പ്രവചിക്കുമ്പോൾ ഒരുപക്ഷെ വരുന്ന എക്സിറ്റ് പോളുകളും ഇത് തന്നെയാകും അവസ്ഥ. കാരണം കർമാന്യൂസ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ പോലും UDF മുന്നിൽ വരുമ്പോൾ കേരളത്തിൽ നിശ്ചയമായും UDF തരംഗം ഉണ്ട് എന്ന് തന്നെ കണക്കാക്കാം, അതുറപ്പിക്കാം. കമന്റുകൾ രേഖപ്പെടുത്തിയവർ LDFനും UDFനും NDAയ്ക്കും വേണ്ടി അനേകം വാദങ്ങൾ നടത്തിയിട്ടുണ്ട്. NDA അധികാരത്തിൽ വരും എന്ന് കമന്റ് ബോക്സുകളിൽ എഴുതിയവരുണ്ട്. എന്നാൽ UDFന് അനുകൂലമായാണ് കമന്റ് ബോക്സിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ. കമന്റ് ബോക്സ് യൂട്യൂബ്, ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ കയറി ആർക്കും വായിക്കാം. തീർത്തും സുതാര്യമായ, ഒന്നും ഒളിക്കാനില്ലാത്ത, മായമില്ലാത്ത, മറിമായമൊന്നും കാണിക്കാത്ത സർവേയാണിത്. ആർക്കും സർവേ ഫലങ്ങൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കയറി നോക്കാം. എല്ലാ കമന്റുകളും വായിക്കാം. എന്തായാലും ഇലക്ഷൻ ഇനി ബൂത്തിലേക്കാണ്. ആവേശകരമായി വോട്ട് ചെയ്യാം. ഇനിയും 48 മണിക്കൂറുണ്ട്. ട്രെൻഡുകൾ മാറാം, മറിയാം, കാറ്റുമാറാം. ഒന്നുറപ്പ്, ഇടതോ വലതോ കേരളം ഭരിക്കും എന്നുറപ്പ്. NDA 3ാം സ്ഥാനത്ത് തന്നെയാണ്. BJPക്ക് സീറ്റുകൾ കിട്ടുമെന്നും ഉറപ്പ്. തൂക്ക് നിയമസഭ കേരളത്തിൽ വരും എന്ന BJPയുടെ പ്രവചനം വലിയ തോതിൽ ജനം ഏറ്റെടുത്തിട്ടില്ല. കാരണം തൂക്ക് നിയമസഭ വന്നാൽ കേരളത്തിന്റെ നാശത്തിനത് കാരണമാകും. നമ്മൾ ഇതുവരെ ആർജിച്ച ക്ഷേമ വികസന പദ്ധതികളെല്ലാം നിലയ്ക്കും. 10,000-കണക്കിന് കോടികളും ലക്ഷക്കണക്കിന് തൊഴിൽ ദിനവും ഭരണസ്തംഭനവും ഒക്കെയായി വീണ്ടും ഇലക്ഷൻ നടത്തണം. തൂക്ക് നിയമസഭ എന്ന BJPയുടെ വാദത്തിന് കുറച്ചുപേരാണ് വോട്ട് ചെയ്തത്. ഇടതോ വലതോ ആരാകും കേരളത്തിൽ ഭരണത്തിൽ എത്തുക? ഇത് തന്നെയാണ് കേരളവും ഉറ്റുനോക്കുന്നത്. യാഥാർത്ഥ്യവും അത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.